ദൈവികതയുടെ രഹസ്യം എന്ന ഈ ഒരു ഭാഗം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് ആര്? ദൈവം ആര്? ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന മാർഗം എന്ത്? ആ ദൈവികതയുടെ രഹസ്യം എന്താണ് എന്നുള്ളതാണ് കർത്താവിൻ്റെ കൃപയാൽ നാം ചില നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സത്യം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിത് ഗ്രഹിക്കാൻ കഴിയുന്നത്. അല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പരമാർത്ഥമായ സത്യത്തെ ഗ്രഹിക്കാൻ നമുക്ക് കഴിയില്ല. ഇത് നമ്മൾ ഏവരും മനസ്സിലാക്കണം. നമ്മൾ എത്ര ബൈബിൾ വായിക്കുന്നവരായാലും, എത്ര പ്രസംഗം കേട്ടവരായാലും, എത്ര വലിയ ജ്ഞാനി ആയിരുന്നാലും ശരി, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരാതെ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതൊരു സത്യമാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നെടുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരാതെ, നമ്മുടെ ആത്മാവിൽ ഉണർത്തിക്കാതെ നമുക്ക് യാതൊരു കാര്യവും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്നതാണ് പരമാർത്ഥമായ സത്യം. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ആര് എന്നുള്ളത് വ്യക്തമായിട്ട് കേട്ടു. എന്നാൽ ഇന്നും കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ആരെന്നുള്ളത് നമുക്ക് അധികം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ബൈബിൾ പഠനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു നിറവിൽ ദൈവാത്മാവ് നയിക്കുന്നത് പോലെ തന്നെ നമ്മൾ കേട്ടാലേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയൂ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ, പിതാവായ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയുവാൻ, കർത്താവിൽ വളരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം നാം വളരണം, നാം കർത്താവിനോടുകൂടെ ചേരണം, നാം കർത്താവിനെ സ്നേഹിക്കണം, നാം കർത്താവിനെ അറിയണം, നാം കർത്താവിലൂടെ പിതാവിനെ അറിയണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ലോകത്ത് വേറെ ഒരു ഇഷ്ടവും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നിറവേറിയില്ല എങ്കിലും ഈ ഇഷ്ടം നിർബന്ധമായിട്ടും ക്രിസ്തു വസിക്കുന്ന ഏതൊരു വ്യക്തിയിലും നിറവേറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഒരു കാര്യം, ദൈവത്തെ മനസ്സിലാക്കാത്ത വ്യക്തി, ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയാത്ത വ്യക്തി ദൈവത്തിനുള്ളവനല്ല. കാരണം ഒരുവൻ ദൈവത്തെ അറിയുന്നുണ്ട് എങ്കിൽ, ഒരുവൻ ദൈവത്തെ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ, ഒരുവൻ ദൈവവുമായുള്ള ബന്ധത്തിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളത് കൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ അറിയാൻ അവസരം ഉള്ളൂ. മനസ്സിലാക്കണം. കാരണം നമ്മെ ആത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ആത്മാവാണ് നമ്മെ പഠിപ്പിക്കുന്നത്, ആത്മാവാണ് നമുക്ക് ഭക്ഷണത്തെ തരുന്നത്, ആത്മാവാണ് നമ്മെ വളർത്തുന്നത്. സകലതും ദൈവവുമായുള്ള ബന്ധത്തിലാണ്, ക്രിസ്തുവിലൂടെ മാത്രമാണ് എന്ന സത്യത്തെ നാം എപ്പോഴും ഓർക്കുന്നവർ ആയിരിക്കണം. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും, അടുത്ത നിമിഷം മരിക്കേണ്ട സാഹചര്യമാണ് എങ്കിലും, നാം ഓർക്കേണ്ടതും, നാം ഏറ്റവും അധികം നന്ദി പറയേണ്ടതും, നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതും, നമ്മുടെ ഹൃദയം എപ്പോഴും പറ്റിയിരിക്കേണ്ടതും ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കണം. ക്രിസ്തുവിലുള്ള ആ പിതാവുമായുള്ള ആ കൂട്ടായ്മയിലായിരിക്കണം നാം ആയിരിക്കേണ്ടത്. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് എന്ന സത്യത്തെ ആരും മറന്നു പോകരുത്. യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, നമ്മുടെ കൂട്ടായ്മയോ പിതാവും പുത്രനുമായിട്ടത്രേ. നാം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് പിതാവിനെ അറിയുമ്പോൾ, നാം പിതാവിനെയും പുത്രനെയും വ്യക്തമായിട്ട് അറിയുമ്പോൾ, നമുക്ക് പരിശുദ്ധാത്മാവ് പിതാവും പുത്രനുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയെ വർദ്ധിപ്പിച്ചു തരികയാണ്. നമ്മൾ കൂടുതലായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും കൂട്ടായ്മയിൽ വരികയാണ്. കൂടുതലായിട്ട് നാം കർത്താവുമായി അടുത്തു വരികയാണ്. കൂടുതലായി കർത്താവ് നമ്മിൽ വെളിപ്പെടുമ്പോൾ ലോകത്തിന് നമ്മിൽ സ്ഥാനം ഇല്ല. ഈ ലോകത്താണ് നാം താമസിക്കുന്നതെങ്കിലും, ഈ ലോകത്തിലാണ് നാം ഓരോ കാര്യങ്ങൾ ഇടപെടുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. ഈ ലോകത്ത് നമുക്ക് അനേകം ആവശ്യങ്ങളും അനേക ആവശ്യഭാരങ്ങളും എല്ലാം വരുമെങ്കിലും ഒന്നും നമ്മെ അതിജീവിക്കില്ല. സകലത്തെയും നാം അതിജീവിക്കും.
ഈ ലോകത്ത് ഒന്നിലും പ്രാധാന്യം നമ്മൾ കൊടുക്കില്ല. അതല്ല കർത്താവിൻ്റെ പദ്ധതി. ക്രിസ്തു എപ്രകാരം ഭൂമിയിൽ ജീവിച്ചോ അപ്രകാരം നാം ആയിത്തീരണമെന്നതാണ് ദൈവ ഇഷ്ടം. അതിനായിട്ടാണ് ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒരു അടിമയുടെ രൂപത്തിൽ, സാക്ഷാൽ ഒരു ബന്ധിക്കപ്പെട്ട ഒരു അടിമയുടെ രൂപത്തിൽ, ഒരു ബോണ്ട് സെർവന്റ്, അതാണ് അതിന്റെ വ്യക്തമായ അർത്ഥം. അടിമയുടെ രൂപത്തിൽ ഒരു യാഗ മൃഗമായിട്ട്, അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്നത്. ഒരു അടിമയ്ക്ക് താൻ ദൈവമാണെന്ന് വിളിച്ചു പറയാൻ കഴിയില്ല. ഒരു അറക്കാൻ കൊണ്ടുപോകുന്ന ഒരാട് രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മൗനമായിരിക്കുന്ന ചെമ്മരിയാടിനെ പോലെ എന്നെല്ലാം കർത്താവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് വായി തുറക്കത്തില്ല, എന്നാൽ തൻ്റെ പ്രവൃത്തിയിലൂടെ, തിരുവെഴുത്തിലൂടെ, തൻ്റെ സംഭാഷണങ്ങളിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ക്രിസ്തു ദൈവം ആണ്, താൻ ദൈവമാണ്, ദൈവമാണ്, എന്നെ ആരാധിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നില്ല. പകരം കർത്താവ് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒരു ദാസരൂപം എടുത്തെന്ന് മലയാളം പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് വേദപുസ്തകം പറയുന്നു, he took a form of a bond servant. ഒരു അടിമയുടെ, അതും വെറും അടിമയല്ല, ബന്ധിക്കപ്പെട്ട, ഒരു അവകാശങ്ങളും ഇല്ലാത്ത, ഒരു രീതിയിലും തനിക്കെന്ന് പറഞ്ഞു ഒന്നുമില്ലാത്ത ഒരു അടിമയുടെ രൂപമെടുത്ത്, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക രൂപഗുണം ഇല്ലാത്ത, കോമളത്വമില്ലാത്ത, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട, ത്യജിക്കപ്പെട്ട, വ്യസനപാത്രമായ, രോഗമറിയുന്നവനായ യേശു ക്രിസ്തു, ആ അരുമനാഥൻ ഒരു അടിമയായിട്ട് നമ്മുടെ മുമ്പിൽ തൻ ദൈവത്തെ വരച്ചു കാട്ടി തന്നിരിക്കുകയാണ്. അപ്രകാരം നമ്മുടെ മുമ്പിൽ വന്നിട്ട് ദൈവം ആരെന്ന് നമുക്ക് വരച്ചു കാട്ടി തന്നിരിക്കുകയാണ്. നാം അടിമയായി ജീവിക്കാനാണോ? അല്ല, നാം മക്കളായി, ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ, നാം മരണത്തിന്റെ അധികാരിയിൽ നിന്ന് നിത്യജീവന്റെ ആ ഉറവിടത്തിലേക്ക് നാം എത്തിച്ചേരുവാൻ, അതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. അതാണ് കർത്താവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഹിതം നാം മനസ്സിലാക്കാൻ ആരംഭിക്കുമ്പോൾ, കർത്താവ് ആരെന്ന് മനസ്സിലാക്കാൻ ആരംഭിക്കുമ്പോൾ, നമുക്ക് ഈ ലോകപ്രകാരം മറ്റൊരു കാര്യവും നമുക്ക് പ്രാധാന്യം അല്ലാതെയായി വരും. നിങ്ങൾ എത്രത്തോളം കർത്താവിനെ അറിയുന്നുണ്ടോ, നിങ്ങൾ എത്രത്തോളം കർത്താവിൽ വസിക്കുന്നുണ്ടോ, നിങ്ങൾ എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾ കർത്താവിനെ എത്രത്തോളം അറിയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നിങ്ങളിൽ ദൈവസാന്നിധ്യം വർദ്ധിക്കണമോ? വ്യക്തമായിട്ട് ഞാൻ പറയാം, കർത്താവിനെ കൂടുതലായി അറിയുമ്പോൾ നിങ്ങളിൽ ദൈവസാന്നിധ്യമേ വർദ്ധിക്കൂ, വേറെ ഒന്നും വർദ്ധിക്കത്തില്ല. ദൈവസാന്നിധ്യം വർദ്ധിക്കണം, അഭിഷേകം വർദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ ആൾക്കാർ വല്ലാത്ത നിലവാരത്തിലൊക്കെ നടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ നിങ്ങൾക്കത് തിരിച്ചറിയണം, നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആകണം, നിങ്ങൾക്കത് ഉപയോഗമാകണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ, ദൈവം നിങ്ങളിൽ അയച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മിൽ അയച്ചിരിക്കുന്നത് ഉദ്ദേശം എന്ന് പറയുന്നത്, പിതാവ് ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്, പിതാവിനുള്ളതെല്ലാം ക്രിസ്തുവിനുള്ളത്, ക്രിസ്തുവിനുള്ളതെല്ലാം പിതാവിനുള്ളത്, ക്രിസ്തുവും പിതാവും ഒന്ന്. അതായത് ക്രിസ്തുവിൽ നിന്ന് എടുത്ത് പരിശുദ്ധാത്മാവ് നമുക്കറിയിച്ചു തരും. എന്താണ് അറിയിച്ചു തരുന്നത്? ദൈവത്തിന്റെ വൻകാര്യങ്ങളെ, ദൈവം ആരെന്നുള്ളത്, ദൈവവും നാമുമായിട്ടുള്ള ബന്ധം എന്തെന്നുള്ളത്, ദൈവസ്നേഹത്തിൽ നാം എപ്രകാരം വളർന്നു വരണം എന്നുള്ളത്, നാം എങ്ങനെ നമ്മെ ക്രിസ്തുവിനോട് അനുരൂപരാക്കി തീർക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. നമ്മെ കൂടുതലായിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മിൽ പകർന്നു തരുക.
എന്തുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മിൽ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയായിരിക്കുന്നു? കാരണം ക്രിസ്തുവിനെ എത്രത്തോളം അറിയുമോ അത്രത്തോളം നാം പിതാവിനെ അറിയും. ക്രിസ്തു ദൈവമാണ് എന്ന സത്യം അംഗീകരിക്കാതെ നമുക്കൊരിക്കലും പിതാവായ ദൈവത്തെ ശരിയായ രീതിയിൽ ദൈവം എന്ന നിലവാരത്തിൽ കാണാനും അനുഭവിക്കാനും കഴിയില്ല. കാരണം പിതാവും പുത്രനും ഒന്നാണ്. നമുക്ക് ദൈവത്തെ അറിയുവാൻ ഏത് സമയത്തും ആ കൃപാസനത്തിന്റെ മുൻപാകെ ചെല്ലുവാൻ, ഏത് സമയത്തും നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് പിതാവിന്റെ അടുക്കൽ ചെല്ലുവാൻ ഏക മാർഗം, രക്ഷ പ്രാപിപ്പാൻ, പിതാവിനോടുകൂടെ ചേരുവാൻ, പിതാവിന്റെ സന്തതിയായിരിക്കാൻ ഏക മാർഗം ക്രിസ്തു മാത്രമാണ്. നമുക്ക് ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് പിതാവിനെ കാണാൻ കഴിയില്ല. ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിന്റെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയൂ. നമുക്ക് പഴയ നിയമം എടുക്കാം. അവിടെ പഴയ നിയമത്തിൽ നമുക്ക് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ നിഴലായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ നിയമത്തിൽ നോക്കുമ്പോൾ നമുക്കും ദൈവവുമായി ഒരു അകൽച്ച കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യനും ദൈവവുമായി ഒരു അകൽച്ച വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനും ദൈവവുമായിട്ട് ഒരു ശത്രുത്വം വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കിക്കളയാൻ വരാതെ, ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിവർത്തിപ്പാൻ വചനം ജഡമായി ഇറങ്ങി വന്ന, ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഇറങ്ങി വന്ന അരുമനാഥൻ സകലതും കർത്താവ് മുഖാന്തരം ഉളവായതൊന്നും കർത്താവിനെ കൂടാതെ അല്ല എന്ന് വചനം സാക്ഷി നിൽക്കുന്ന അരുമനാഥൻ ആ പിതാവിന്റെ സ്നേഹം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പിതാവ് നമുക്ക് ശത്രുവല്ല എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആ പിതാവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം, വീതി, നീളം, ഉയരം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പഴയ നിയമത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാഗങ്ങളിലൂടെ മാത്രം ഒന്ന് അടുത്തു വരാൻ, അതും ഒരു പൂർണ്ണതയില്ലാത്ത പ്രവൃത്തി, ഒന്ന് അടുത്തു വരുവാൻ ഒന്ന് ശ്രമിക്കാം എന്നല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഒരിക്കൽ പാപപരിഹാരം ചെയ്തവൻ പിന്നെയും പാപപരിഹാര യാഗം നടത്തണം. ഒന്നിലും ഒരു പൂർണ്ണതയില്ലാത്ത അനുഭവത്തിൽ നിന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് ദൈവവും നാമുമായിട്ടുള്ള ആ ശത്രുത്വത്തിന്റെ നടുച്ചുവർ മാറ്റിക്കളഞ്ഞു. മുകളിൽ നിന്ന് താഴേക്ക് ചീന്തിപ്പോയി. ഇതെല്ലാം ഇന്ന് നമുക്ക് വിശ്വസിക്കുവാൻ, ഇന്ന് നമുക്ക് അറിയുവാൻ, ഇന്ന് നമുക്ക് സന്തോഷിപ്പാൻ, ഇന്ന് ആ പിതാവിന്റെയും പുത്രന്റെയും കൂട്ടായ്മയിൽ വസിപ്പാൻ എല്ലാം നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ്. സാക്ഷാൽ പരിശുദ്ധ ആത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. സാക്ഷാൽ പരിശുദ്ധ ആത്മാവ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കേണ്ടതുണ്ട്. ഫിലിപ്പീൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5 ഓൺവേർഡ്സ്. ഞാൻ 6-ാമത്തെ വാക്യം മുതലാണ് വായിക്കേണ്ടത് എങ്കിലും എനിക്ക് അത് 5-ാമത്തെ വാക്യം മുതൽ വായിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: യു മസ്റ്റ് ഹാവ് ദ സെയിം ആറ്റിറ്റ്യൂഡ് ദാറ്റ് ക്രൈസ്റ്റ് ജീസസ് ഹാഡ്. യേശുക്രിസ്തുവിന് മഹത്വം. നിങ്ങൾക്ക് ക്രിസ്തയേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടാകണം. താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒരു ബന്ധിക്കപ്പെട്ട ഒരു അടിമയായിട്ട്, അടിമയ്ക്ക് സമമായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണ്? ആ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയാണ്. ആ പിതാവിനെ വെളിപ്പെടുത്തി തരുവാൻ, ആ പിതാവിന്റെ സന്തതിയായി മാറുവാൻ, ആ പിതാവിന്റെ ജീവനെ നാം പ്രാപിപ്പാൻ, ആ പിതാവിനോടുകൂടെ നാം എന്നേക്കും വാഴുവാൻ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും വീണ്ടും ക്രിസ്തയേശുവിൽ ഒന്നായി ചേർക്കുവാൻ, അതിന്റെ ഭാഗമായി നാമും മാറുവാൻ
നാമും കർത്താവിനോടുകൂടെ സന്തോഷിപ്പാൻ ഈ അനീതി നിറഞ്ഞ ലോകത്ത് നിന്ന് ആ നീതി സൂര്യന്റെ ലോകത്തേക്ക് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന അരുമനാഥന് മഹത്വം, കർത്താവിന്റെ നാമത്തിന് മഹത്വം. ക്രിസ്തേശുവിലുള്ള അതേ ഭാവം തന്നെ നമ്മിലും ഉണ്ടാകട്ടെ, നമ്മിലും ഉണ്ടാകണം. Though he was God, he did not think of equality with God as something to cling to. താൻ ദൈവമായിരിക്കെ, though he was God, താൻ ദൈവമായിരിക്കെ, he did not think of equality with God. താൻ ദൈവത്തോടുള്ള സമത്വത്തെ കുറിച്ച് ചിന്തിച്ചില്ല. താൻ ദൈവത്തോടുള്ള ആ സമത്വം മുറുകെ പിടിക്കണം എന്ന് ആലോചിച്ചില്ല. മനസ്സിലാക്കണം. എന്നിട്ട് ഇൻസ്റ്റഡ് ഹി ഗേവ് അപ്പ് ഹിസ് ഡിവൈൻ പ്രിവിലേജസ്. പകരം എന്ത് ചെയ്തു? തന്റെ ദൈവികതയുടെ ആ പദവിയെ താൻ ഉപേക്ഷിച്ചു. പല പ്രിയപ്പെട്ടവരും പറയാറുണ്ട്, യേശു ദൈവമെന്ന് എവിടെ പറഞ്ഞു എന്ന്. പല പ്രിയപ്പെട്ടവരും പറയാറുണ്ട്, യേശു എവിടെ പറയുന്നു എന്നെ ആരാധിക്കൂ എന്ന്. പ്രിയപ്പെട്ടവനെ, നമുക്ക് വേണ്ടി ഏകയാഗമായി തീരുവാൻ വേണ്ടി, നാം ദൈവത്തിന്റെ സന്തതികളാകാൻ വേണ്ടി താൻ തന്റെ ദൈവികത എന്ന ആ പദവിയെ ഉപേക്ഷിച്ചാൽ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? ഉപേക്ഷിച്ചു എന്നതിന്റെ അർത്ഥം ക്രിസ്തു ദൈവം അല്ലെന്നാണോ? അല്ല, ക്രിസ്തു ദൈവമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ക്രിസ്തു എന്നേക്കും നിലനിൽക്കും. കാരണം ക്രിസ്തു വചനമാണ്. Though he was God, he did not think of equality with God as something to cling to. Instead, he gave up his divine privileges. തന്റെ ദൈവികതയെ താൻ ഉപേക്ഷിച്ചു. He gave up. ദൈവികതയെ ഉപേക്ഷിച്ച അരുമനാഥനെ നിങ്ങൾക്ക് വേണ്ടി ആ അരുമനാഥൻ ദൈവികതയെ ഉപേക്ഷിച്ചു. ദൈവികതയെ ഉപേക്ഷിച്ച ആ അരുമനാഥനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അയ്യോ കഷ്ടം. ഈ സ്നേഹത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം അയ്യോ കഷ്ടം. യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കാത്തവരെല്ലാം എതിർ ക്രിസ്തുവിന്റെ ആത്മാക്കളാണ്. ക്രിസ്തു എന്നാൽ ആര്? ക്രിസ്തു എന്നാൽ വചനമാണ്. വചനം എന്നാൽ എന്ത്? വചനം എന്നാൽ ദൈവമാണ്. ക്രിസ്തുവിന് ആത്യന്തികമായി പറഞ്ഞാൽ രൂപമില്ല. ദൈവത്തിന് രൂപമില്ല. ദൈവം എന്താണ്? സ്വർഗം സിംഹാസനം, ഭൂമി പാവപീഠമായി വാണരുളുന്നവൻ. സമയം എന്ന ഈ ഒരു ചെറിയ ഒരു ടൈം സോണിൽ, ഒരു ടൈം ഫ്രെയിമിൽ വസിക്കുന്നവനല്ല ദൈവം. ദൈവത്തിന് ആരംഭവുമില്ല, ദൈവത്തിന് അവസാനവുമില്ല. ഇതെല്ലാം ക്രിസ്തുവിൽ നമുക്ക് കാണാം. പാപമില്ലാത്തവൻ, പാപം ക്ഷമിക്കുന്നവൻ, പാപം വഹിക്കുന്നവൻ, പാപത്തിന് പരിഹാരമായവൻ, നിത്യ ജീവനെ തരുന്നവൻ ക്രിസ്തു. ദൈവം, പിതാവായ ദൈവം, പിതാവിന്റെ ഏകജാതനായ പുത്രനായി ആ തേജസ് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ക്രിസ്തുവിനെ തിരിച്ചറിയുക. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തോടെ ആ പിതാവിനെ അങ്ങ് പുണരുക നിങ്ങളുടെ ജീവിതത്തിൽ. ആ ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ ആ പിതാവിന്റെ സ്നേഹത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. യഹൂദന് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം. എന്നാൽ ഒരു ദൈവ പൈതലിന് തന്റെ ഉള്ളിൽ വസിക്കുന്നവനാണ് ദൈവം. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഒരു യാഗം നടത്തിയിട്ടല്ല, നമ്മിൽ ഒരു നീതി ഉണ്ടായിരുന്നിട്ടല്ല, തന്റെ യാഗം നിമിത്തം, തന്റെ നീതി നിമിത്തം, തന്റെ രക്തം ചിന്തി താൻ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ആ അരുമനാഥനെ അറിയേണ്ടവണ്ണം അറിയുവാൻ, ആ അരുമനാഥനെ സ്നേഹിക്കേണ്ടവണ്ണം സ്നേഹിക്കുവാൻ, ആ അരുമനാഥനോടുകൂടെ ചേർന്നിരിപ്പാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞേ പറ്റൂ. He did not think of equality with God as something to cling to. Instead, പകരം he gave up his divine privileges. ദൈവീകതയുടെ, ദൈവികമാകുന്ന സകല പദവികളും
സകല അനുഭവങ്ങളും സകല സുഖങ്ങളും സകലതും 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 കർത്താവായ യേശു ക്രിസ്തു ഉപേക്ഷിച്ചു. കർത്താവായ യേശു ക്രിസ്തു അത് ഉപേക്ഷിച്ചത് കൊണ്ടാണ് യെശയ്യാപ്രവാചകൻ അത് നേരത്തെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും പിതാവിന്റെ മുമ്പാകെ വളരും. യേശു ക്രിസ്തുവിന് രൂപഗുണമില്ല, കോവളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. യേശു ക്രിസ്തു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. യേശു ക്രിസ്തുവിനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം യേശു ക്രിസ്തു നിന്ദിതനായിരുന്നു. നാം യേശു ക്രിസ്തുവിനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു ക്രിസ്തു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ക്രിസ്തു ചുമന്നു. നാമോ ദൈവം യേശു ക്രിസ്തുവിനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു ക്രിസ്തുവിന്റെ മേൽ ആയി. യേശു ക്രിസ്തുവിന്റെ അടിപ്പിടരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും യേശു ക്രിസ്തു പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും യേശു ക്രിസ്തു വായ തുറക്കാതിരുന്നു. ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു വായ തുറക്കാതിരുന്നു. യേശു ക്രിസ്തു പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് യേശു ക്രിസ്തു ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം യേശു ക്രിസ്തുവിന് ദണ്ഡനം വന്നു എന്നും യേശു ക്രിസ്തുവിന്റെ തലമുറയിൽ ആർ വിചാരിച്ചു? യേശു ക്രിസ്തു സാഹസമൊന്നും ചെയ്യാതെയും യേശു ക്രിസ്തുവിന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ യേശു ക്രിസ്തുവിന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. എന്താണ് ആ ശവക്കുഴി? ക്രൂശ്. ദുഷ്ടന്മാരോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ യേശു ക്രിസ്തു സമ്പന്നന്മാരോടുകൂടെയായിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിന്റെ ശരീരം ഒരു മാന്യമായ ഒരു കല്ലറയിൽ അടക്കപ്പെട്ടു. എന്നാൽ യേശു ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഇത് വായിക്കുമ്പോൾ അയ്യോ, ഒരു നീതിയില്ലാത്ത ദൈവമല്ലേ! യേശു ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അയ്യോ, എങ്ങനെയാണ് ഒരു അപ്പന് ഒരു മകനെ തകർത്ത് കളയാൻ തോന്നുന്നത്? അപ്പനും മകനും ഒന്നായതുകൊണ്ട്, യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട്, യേശു ക്രിസ്തു വചനമായ ദൈവമായതുകൊണ്ട്, സകലതും യേശു ക്രിസ്തു മുഖാന്തരം ഉളവായതുകൊണ്ട്, ഉളവായതൊന്നും യേശു ക്രിസ്തുവിനെ കൂടാതെ ഉളവാകാത്തതുകൊണ്ട്. All things were created by Christ and for Christ. യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നീതിയുള്ള ദൈവമാണ്. ദൈവം നീതി സൂര്യനാണ്. മനസ്സിലാക്കണം, ദൈവം നീതി സൂര്യനാണ്. ദൈവത്തിൽ അനീതി ഇല്ല. ഈ ലോകത്തെ മനുഷ്യരെ പോലെ സ്വന്തം തെറ്റ് മറ്റുള്ളവരുടെ മേൽ ചാരി രക്ഷപ്പെടുന്നവനല്ല ദൈവം. മനുഷ്യൻ ചെയ്യുന്നത് പോലെ തന്റെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു ആടിനെ ബലിയർപ്പിക്കുന്നവനല്ല ദൈവം. യേശുക്രിസ്തുവിന് മഹത്വം. ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം തന്നെ അത് ചെയ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ വന്നിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നത്രേ. പിതാവിന്റെ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾക്ക് എന്നെ കുറ്റം വിധിക്കാൻ കഴിയുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുന്നത്. എന്നാൽ കർത്താവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവ ക്രിസ്തുവിന് കഷ്ടം വരുത്തി. ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. ക്രിസ്തു തന്റെ പ്രയത്നഫലം കണ്ടു തൃപ്തനാകും. നീതിമാനായ ക്രിസ്തു തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ ക്രിസ്തു വഹിക്കും.
അതുകൊണ്ട് പിതാവ് ക്രിസ്തുവിന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ ക്രിസ്തു കൊള്ള പങ്കിടും. ക്രിസ്തു തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. ഞാനിപ്പോ വായിച്ച യെശയ്യാപ്രവാചകൻ 53 അധ്യായം എന്ന് പറയുന്നത് സുവിശേഷത്തിൽ ക്രിസ്തു എന്തായിരുന്നോ അത് മുഴുവനും അവിടെ കാണാൻ കഴിയും. എന്നാൽ യേശു ക്രിസ്തുവിന് മഹത്വം. ഇതെല്ലാം നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 6, 7 വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താണത്? ദോ ഹി വാസ് ഗോഡ്, ദൈവമായിരിക്കെ ഹി ഡിഡ് നോട്ട് തിങ്ക് ഓഫ് ഇക്വാലിറ്റി വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല, ദൈവത്തോടുള്ള സമത്വത്തെ കുറിച്ച് ചിന്തിച്ചില്ല. ആസ് സംതിങ് ടു ക്ലിങ് ടു, അത് മുറുകെ പിടിക്കണം. ഞാൻ ദൈവമാണ്, എനിക്ക് എന്റെ ദൈവികത ഉപേക്ഷിച്ചുകൂടാ എന്നൊന്നും ചിന്തിച്ചില്ല. പകരം ഇൻസ്റ്റഡ് ഹി ഗേവ് അപ്പ് ഹിസ് ഡിവൈൻ പ്രിവിലേജസ്, തന്റെ ദൈവികമാവുന്ന സകല പദവികളെയും സകല ഉയർച്ചയെയും താൻ ഉപേക്ഷിച്ചു. ഹി ടുക്ക് ദ ഹംബിൾ പൊസിഷൻ ഓഫ് എ സ്ലേവ്, താൻ ഒരു അടിമയുടെ സ്ഥാനം ഏറ്റെടുത്തു. ആ കാലഘട്ടത്തിലുള്ള അടിമയുടെ സ്ഥാനം എന്തെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക. ദൈവികത ഉപേക്ഷിച്ച്, തന്റെ ദൈവിക പദവി ഉപേക്ഷിച്ച് ഒരു അടിമയുടെ സ്ഥാനം ഏറ്റെടുത്തു. ആൻഡ് വാസ് ബോൺ ആസ് എ ഹ്യൂമൻ ബീയിങ്, എന്നിട്ട് ഒരു മനുഷ്യനായി ജനിച്ചു. ക്രിസ്തു എന്നിട്ട് ഒരു മനുഷ്യനായി ജനിച്ചു. Then when he appeared in human form, ഇവിടെ പറയുന്നത് ഒരു മനുഷ്യനായി വെളിപ്പെട്ടു എന്നാണ്. എന്നിട്ട് 8ാമത്തെ വാക്യം, he humbled himself in obedience to God and died a criminal's death on a cross. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചു, അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്താണത്? ഒരു ക്രിമിനൽ ക്രൂശിൽ മരിക്കുന്നത് പോലെ മരിക്കുവാൻ തക്കവണ്ണം താൻ താഴ്ത്തി. അതാണ് ആ വാക്യത്തിന്റെ നിവർത്തീകരണം എന്ന് പറയുന്നത്. ഒരു ക്രിമിനൽ, ഒരു കൊടും പാപി, ഒരു കൊടും ദുഷ്ടൻ മരിക്കുന്നത് പോലെ ക്രൂശിൽ മരിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു താൻ താഴ്ത്തി. ക്രിസ്തു വന്നത് താൻ ദൈവമെന്ന് വിളിച്ചു പറയുവാനല്ല, ക്രിസ്തു വന്നത് നമുക്ക് വേണ്ടി ജീവനെ തരുവാനാണ്. എന്നാൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന് ഉയർത്തെഴുന്നേറ്റതിലൂടെ, നമ്മെ തന്റെ ഭാഗമാക്കുന്നതിലൂടെ താൻ വിളിച്ചു പറയുകയാണ്, അതെ ഞാൻ ദൈവമാണ്. 9ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, therefore God elevated him to the place of highest honor. അതുകൊണ്ട് തന്നെ ദൈവം ക്രിസ്തുവിനെ ഏറ്റവും അത്യുന്നതമായ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ആ സ്ഥാനം എന്താണ്? ദൈവത്തിന്റെ സ്ഥാനം തന്നെയാണത്. തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ആ സ്ഥാനം. ഇതെങ്ങനെ സംഭവിക്കുന്നു? കാരണം ദൈവമായതുകൊണ്ട് സംഭവിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യേശു ക്രിസ്തുവിന് മഹത്വം. and gave him the name above all other names. Therefore God elevated him to the place of highest honor and gave him the name above all other names. ദൈവം ഏറ്റവും അത്യുന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുകയും സകല നാമത്തിനും മേലായ നാമം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സകല നാമത്തിനും മേലായ നാമം ദൈവത്തിന്റെ നാമമാണ്. ഒന്ന് ഓർത്താൽ മതി, മനസ്സിലാവും. സകല നാമത്തിനും മേലായ നാമം അത് ദൈവത്തിന്റെ നാമമാണ്. ക്രിസ്തു അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. എന്നാൽ അവിടെയും പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു ആൺസന്തതി ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. unto us a son is born. Therefore God elevated him to the place of highest honor and gave him the name above all other names. സകല നാമത്തിനും മേലായ നാമം നൽകി ഏറ്റവും അത്യുന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ആ സ്ഥാനം ദൈവത്തിന് മാത്രമുള്ളതാണ്. ആ നാമം ദൈവത്തിന് മാത്രമുള്ളതാണ്. ക്രിസ്തു ദൈവമായതുകൊണ്ടാണ്. 10ാമത്തെ വാക്യം എന്ന് പറയുന്നു, that at the name of Jesus every knee should bow in heaven and on earth and under the earth.
യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുൻപാകെ സകല മുട്ടും മടങ്ങും. എവിടെ? സ്വർഗത്തിലും ഭൂമിയിലും അധോഭാഗത്തും സകല മുട്ടും യേശു ക്രിസ്തുവിന്റെ മുൻപാകെ മടങ്ങും. സ്വർഗത്തിലുള്ളവരുടെ മുട്ടും മടങ്ങും, ഭൂമിയിലുള്ളവരുടെ മുട്ടും മടങ്ങും. പാതാളത്തിലുള്ളവർക്കും സ്വർഗത്തിലുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കും ഒരുപോലെ വണങ്ങുവാനുള്ള നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ടാണ് ഭൂതങ്ങൾ വിളിച്ചു പറഞ്ഞത്, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവേ, ഞങ്ങൾക്കും അങ്ങയ്ക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നിരിക്കുകയാണോ എന്ന് വിളിച്ചു പറഞ്ഞു. ഭൂതങ്ങൾക്ക് പോലും തിരിച്ചറിവുണ്ട് യേശു ആരെന്ന്. മനുഷ്യന് കുറവാ. 9ഉം 10ഉം വാക്യങ്ങൾ ഞാൻ ഒരുമിച്ച് വായിക്കുകയാണ്. Therefore God elevated him to the place of highest honor and gave him the name above all other names, that at the name of Jesus every knee should bow in heaven and on earth and under the earth. അതുകൊണ്ട് ആകയാൽ ദൈവം ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് ക്രിസ്തുവിനെ ഉയർത്തി എന്ന് മാത്രമല്ല, സകല നാമത്തിനും മേലായ നാമത്തെ കൊടുത്തിരിക്കുന്നു. ക്രിസ്തുവിനെ ഉയർത്തുകയും സകല നാമത്തിനും മേലായ നാമത്തെ കൊടുക്കുകയും ചെയ്തത് ക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ടാണ്. ദൈവമായിരിക്കെ ആ ദൈവികത്വത്തെ ഉപേക്ഷിച്ച് ഒരു അടിമയുടെ രൂപത്തിൽ ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ നിവർത്തിച്ചത് കൊണ്ടാണ് എന്ന സത്യത്തെ തിരുസഭ മറക്കരുത്. സകല മുട്ടും മടങ്ങും. ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും ഏതെല്ലാം മണ്ഡലങ്ങളുണ്ടോ, സ്വർഗാദി സ്വർഗങ്ങളുണ്ടോ, ആകാശവിധാനത്തിൽ എന്തെല്ലാം ഉണ്ടോ, സകലരും യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ മുട്ടുമടക്കും. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്, ക്രൈസ്റ്റ് ഈസ് കിങ്, ക്രൈസ്റ്റ് ഈസ് ഗാഡ്. 11ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എവറി ടങ് കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ടു ദ ഗ്ലോറി ഓഫ് ഗാഡ് ദ ഫാദർ. പിതാവായ ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി, പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഏവരും ക്രിസ്തു കർത്താവാണ്, യേശു ക്രിസ്തു ദൈവമാണ് എന്ന് ഏറ്റു പറയും എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഞാനത് മലയാള വേദപുസ്തകത്തിൽ നിന്നും കൂടെ ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം. ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഡിയർ പീപ്പിൾ ഓഫ് ഗാഡ്, ക്രൈസ്റ്റ് ഈസ് ലോർഡ്, ക്രൈസ്റ്റ് ഈസ് കിങ്, ക്രൈസ്റ്റ് ഈസ് ഗാഡ്. ഞാൻ ക്രിസ്തു ദൈവമാണെന്ന് പറയുമ്പോൾ ഞാൻ പിതാവ് ദൈവമാണെന്ന് പറയുകയാണ്. എനിക്ക് പിതാവില്ലാതെ ക്രിസ്തുവില്ല, ക്രിസ്തുവില്ലാതെ പിതാവുമില്ല. എനിക്ക് ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞത്, എനിക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞത് ആ പിതാവിന്റെ സ്നേഹം നിമിത്തമാണ്. എന്നാൽ പിതാവും പുത്രനും ഒന്നാണ് എന്ന സത്യവും എനിക്ക് ക്രിസ്തുവിലൂടെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇതെല്ലാം എന്നെ സഹായിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും ആത്മാവാകുന്ന പരിശുദ്ധ ആത്മാവാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവം, ഏക ദൈവം. ഈ സത്യത്തിൽ നിലനിൽക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവ് ഇത് ചോദിക്കാതിരിക്കരുത്. കാരണം പല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പഠനങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ആധാരം വേദപുസ്തകം മാത്രമാണ്. നമുക്ക് കർത്താവ് മാത്രമാണ് നമ്മുടെ ആധാരം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത്, നമ്മെ തന്നെ താഴ്ത്തി നമ്മെ തന്നെ ഉപേക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാപിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക ലക്ഷ്യം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ ഏവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ.